ഫൈനലി ഗൈസ് ഒരു ചോദ്യത്തിന് അങ്ങനെ ഉത്തരമായിരിക്കുകയാണ്. ആരാണ് ഐ ലീഗ് 2024-25 സീസണിലെ വിന്നേഴ്സ് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. ഇന്റർ കാഷിയം, ചർച്ചിൽ ബ്രദേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നായിരുന്നു കുറേ പേർ. ബട്ട് ഗൈസ് ചർച്ചിൽ ബ്രദേഴ്സാണ് ഐ ലീഗിൽ നിന്ന് ISL പ്രൊമോട്ട് ആയിരിക്കുന്നത്. ഗോവയിൽ നിന്ന് വരുന്ന മറ്റൊരു ക്ലബ്ബ് കഴിക്കുകയാണ് ചർച്ചിൽ ബ്രദേഴ്സ്. ഏതാണ്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ ചർച്ചിൽ ബ്രദേഴ്സ് പൂർത്തിയാക്കിയത് കളി. ഇന്റർ കാഷിയം ചർച്ചിൽ ബ്രദേഴ്സും തമ്മിലെ കളിയിലെ കുറച്ച് പോയിന്റ് കളിക്കെന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് അവർ AFCക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിനെ തുടർന്ന് മറ്റു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു. ഫൈനലി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിരിക്കുകയാണ്. ഇന്റർ കാശി നേരെ -3 പോയിന്റ് ചെയ്ത് ചർച്ചിൽ ബ്രദേഴ്സിനെ ISL പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. 2024-25 സീസണിൽ ചാമ്പ്യന്മാരായി ചർച്ചിൽ ബ്രദേഴ്സ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുറേ നാളായി സീനൊന്നും വേണ്ടി കളിക്കുന്ന ആരാണ് ISL പ്രൊമോട്ട് മാറിയേ. ഫൈനലി ചർച്ചിൽ ബ്രദേഴ്സ്. ഇനി നമുക്ക് ISL കേസ് ഗോവ ഡെർബിയാണ്. FC ഗോവയും ചർച്ചിൽ ബ്രദേഴ്സും. ചർച്ചിൽ ബ്രദേഴ്സ് ഒരു ഗോവൻ ക്ലബ്ബ് നയിക്കുകയാണ്. പിന്നെ പറയാനുള്ള വെച്ചാൽ ഐ ലീഗിൽ നിന്ന് ISL പ്രൊമോട്ടായ ചർച്ചിൽ ബ്രദേഴ്സ് ഇനി ഐ ലീഗിലേക്ക് ആരാ പ്രൊമോട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാം. ഐ ലീഗ് 2-ൽ നിന്ന് ഐ ലീഗിലേക്ക് 2 ക്ലബ്ബുകളാണ് പ്രൊമോട്ട് ആയി വന്നത്. ഒന്ന് വെച്ചാൽ ഡയമണ്ട് ഹാർബർ FC, കൊൽക്കത്തയിൽ നിന്ന് വരുന്ന ഡയമണ്ട് ഹാർബർ FC ആണ് ഐ ലീഗിലേക്ക് പ്രൊമോട്ട് ആയത്. രണ്ടാമത്തെ ക്ലബ്ബ് എന്ന് വെച്ചാൽ ചാൻമാരി FC ആണ്. ഏതാണ്ട് ഐസാവാലിൽ നിന്ന് വരുന്ന ചാൻമാരി FC. നമുക്ക് ഐ ലീഗിലും ഡെർബിയാണ്. ഐസാവാലി FC ചാൻമാരി FCയും ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ആരെ പ്രൊമോട്ട് ആകാൻ തർക്കങ്ങളുണ്ട്. ഇപ്പം എല്ലാം സോൾവ് ആയി തോന്നുന്നു ഗസ്. ബട്ട് ഗസ് ആ പ്രശ്നത്തെ തുടർന്നാണ് സൂപ്പർ കപ്പിൽ നിന്ന് ഐ ലീഗ് ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സ് ഒഴിവായത്. പകരം ATK മോഹൻ ബഗാനോടെ ചർച്ചിൽ ബ്രദേഴ്സ് പോരാടേണ്ടത്. ചർച്ചിൽ ബ്രദേഴ്സ് ഒഴിയുന്നതോടെ ATK മോഹൻ ബഗാൻ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് അവരെ ATK മോഹൻ ബഗാനെ നേരിടണം. അപ്പം അത് കുറച്ച് പണിയായിരിക്കുകയാണ്. എന്തായാലും എന്നാ സൂപ്പർ കപ്പ് തുടങ്ങുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് റിവ്യൂസും വീഡിയോസൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.